ഇൻഡോറിലേക്കുള്ള ട്രെയിനിനുള്ള അനൗൺസ്മെൻറ്റ് കേട്ടു തുടങ്ങിയിരിക്കുന്നു. അവൾ എത്രയും പെട്ടെന്ന് ട്രെയിനിൽ കയറാനായിട്ട് പോവുകയാണ്. അപ്പോഴും ആരോ അവളെ പിന്തുടരുന്നതായി അവൾക്ക് തോന്നുന്നുണ്ട്. അവൾ ട്രെയിനിന് പുറകെ ഓടുകയാണ്. പെട്ടെന്നൊരു പെൺകുട്ടി ഓടി വരുന്നത് കണ്ട് രക്ഷിത്ത് പുറത്തേക്ക് എത്തി നോക്കി കൈ കൊടുത്ത് അവളെ അകത്തേക്ക് കയറ്റുകയാണ്. എന്തിനാണ് ഈ ട്രെയിന് തന്നെ കയറാൻ ഇത്ര നിർബന്ധം? ഇനിയും ട്രെയിൻ വരുമല്ലോ, എന്തിനാണ് സ്വന്തം ജീവൻ പണയം വെച്ചിട്ട് ഈ ട്രെയിൻ തന്നെ കയറാൻ നോക്കുന്നതെന്ന് രക്ഷിത്ത് അപരാജിതയോട് ചോദിക്കുകയാണ്. എല്ലാവർക്കും ഒരേ സമയത്ത് അവസരം കിട്ടണമെന്നില്ലല്ലോ എന്ന് പറഞ്ഞ് അവൾ ഒരു താങ്ക്സ് പോലും പറയാതെ അവൾ ട്രെയിനകത്തേക്ക് പോവുകയാണ്. അപരാജിത അവളുടെ സീറ്റ് കണ്ടുപിടിച്ച് അതിലിരിക്കുകയാണ്. രക്ഷിത്ത് തൊട്ട് മുന്നിലിരിക്കുകയാണ്. അപ്പോൾ അപരാജിത വിചാരിക്കും ഇയാൾ എന്നെ ഫോളോ ചെയ്യുകയാണോ? അപ്പോൾ രക്ഷിത്ത് പറയുന്നുണ്ട്, എൻ്റെ ബാഗും ഫയലും ആദ്യം എല്ലാം ഇവിടെ തന്നെയുണ്ട്, ഞാനാണ് ആദ്യം ഇവിടെ വന്നിരുന്നതെന്ന് പറയുകയാണ്. പെട്ടെന്ന് രക്ഷിത്ത് അവൻ്റെ ഫോൺ ചെക്ക് ചെയ്തപ്പോൾ അതിൽ റേഞ്ച് ഇല്ല. നിൻ്റെ ഫോണിൽ റേഞ്ച് ഉണ്ടോ എന്ന് ചോദിക്കുമ്പോൾ അവൾ ഫോൺ എടുത്ത് നോക്കുമ്പോൾ ലളിത് എന്ന് പറഞ്ഞ ഒരാളുടെ കോൾ അതിൽ വന്ന് അവൾ പേടിച്ച് ഫോൺ കയ്യിൽ നിന്ന് താഴെ പോവുകയാണ്. അപ്പോൾ രക്ഷിത്ത് ചോദിക്കുന്നുണ്ട്, നിൻ്റെ ഫോണൊന്നും ഞാൻ ചോദിച്ചില്ല, ഡാറ്റയും ചോദിച്ചില്ല, റേഞ്ച് ഉണ്ടോയെന്നല്ലേ ചോദിച്ചുള്ളൂ, അതിനിങ്ങനെയൊക്കെ കാണിക്കുന്നത് എന്തിനാന്ന് പറഞ്ഞ് റേഞ്ച് ഉണ്ടോയെന്നറിയാൻ പുറത്തേക്ക് ഇറങ്ങുകയാണ്. അപ്പോഴാണ് അപരാജിതയ്ക്ക് പീരീഡ്സ് സ്റ്റാർട്ടാകുന്നത്. ചെക്ക് ചെയ്യാനായി അവൾ ബാത്റൂമിലേക്ക് പോകുന്ന വഴിക്ക് തല കറങ്ങി പുറത്തേക്ക് വീഴാൻ മുമ്പ് രക്ഷിത്ത് അവളെ പിടിച്ച് ഹെൽപ്പ് ചെയ്യുകയാണ്. എന്നിട്ട് രക്ഷിത്ത് അപരാജിതയോട് ചോദിക്കുകയാണ്, ആത്മഹത്യ ചെയ്യാനാണെങ്കിൽ വേറെ എന്തൊക്കെ വഴിയുണ്ട്? ഇപ്പോൾ രണ്ടാമത്തെ പ്രാവശ്യമാണ് നീ ചാകാൻ പോകുന്നത്, സത്യത്തിൽ നിൻ്റെ പ്രശ്നം എന്താ? എന്തെങ്കിലും പ്രശ്നമാണെങ്കിൽ നമുക്ക് പറഞ്ഞു തീർക്കാമെന്നൊക്കെ പറഞ്ഞ് അവനിങ്ങനെ ഫണ്ണിയായിട്ട് ബിഹേവ് ചെയ്യണം. ഇതൊന്നും ശ്രദ്ധിക്കാതെ അപരാജിത, എനിക്ക് ചെറുതായിട്ട് തല കറങ്ങിയതാണ്, അല്ലാതെ വേറൊന്നും അല്ല എന്ന് അവനെ വഴക്കിട്ടിട്ട് അവൾ ബാത്റൂമിലേക്ക് പോവുകയാണ്. രക്ഷിത്ത് അപ്പോഴേക്കും അവൻ്റെ സീറ്റിലേക്ക് പോവുകയാണ്. അപ്പോഴാണ് അവൻ ആലോചിക്കുന്നത്, ഇവൾ എന്തൊരു സ്ട്രേഞ്ച് ആയിട്ടുള്ള പെണ്ണാണ്, 2 പ്രാവശ്യം ഞാൻ ഹെൽപ്പ് ചെയ്തിട്ട് സോറി പോലും പറഞ്ഞില്ല എന്നൊക്കെ അവൻ വിചാരിക്കുകയാണ്. ഈ സമയം പീരീഡ്സ് കൺഫേം ചെയ്ത അപരാജിത ട്രെയിനിലുള്ള സ്ത്രീകളോടൊക്കെ പാഡ് ഉണ്ടോ എന്ന് ചോദിക്കുകയാണ്. പക്ഷേ ആരുടെ കയ്യിൽ തന്നെ ഉണ്ടായിരുന്നില്ല. അപ്പോൾ രക്ഷിത് ശ്രദ്ധിക്കുന്നുണ്ട്. അവൻ ഉടനെ തന്നെ ഓൺലൈൻ വഴി ഓർഡർ ചെയ്യുകയാണ്. അടുത്ത സ്റ്റേഷനിൽ പാഡുമായി ഡെലിവറി ബോയ് എത്തിക്കഴിഞ്ഞു. പക്ഷേ RPF ഉദ്യോഗസ്ഥരകത്തേക്ക് കടത്തി വിടുന്നില്ല. റിസ്ക് എടുക്കണ്ടെന്ന് വിചാരിച്ച് രക്ഷിത് തന്നെ വേഗം പോയി അടുത്തുനിന്ന് പാഴ്സൽ കളക്ട് ചെയ്ത് വേഗം ഓടി ട്രെയിനിലേക്ക് കയറുകയാണ്. ട്രെയിനിൽ ഓടി കയറിയിട്ട് അപരാജിതയ്ക്ക് പാഴ്സൽ കൊടുക്കുകയാണ്. അവളിതെന്താ എന്ന് ഉള്ള രീതിയിൽ അവനെ നോക്കുന്നു. ഇത് നിനക്കിപ്പോൾ ആവശ്യമുള്ള സാധനമാണെന്ന് പറഞ്ഞ് അവളുടെ കയ്യിലേക്ക് കൊടുക്കുകയാണ്. അവളത് വാങ്ങി നോക്കുമ്പോൾ സാനിറ്ററി പാഡാണ്. ഇയാൾക്ക് ഇതെങ്ങനെ മനസ്സിലായി? ഞാൻ ഇയാളോട് പറഞ്ഞില്ലല്ലോ, പറയാതെ തന്നെ ഇയാൾ ഇതെങ്ങനെ മനസ്സിലാക്കി?